ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ത്യൻ ക്യൂസിൻസിനെ കുറിച്ചിട്ടാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ഹെറിറ്റേജ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇന്ത്യൻ ക്യൂസിൻസ്. ഇന്ത്യൻ ക്യൂസിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ പാചക രീതികൾ എന്നാണ് പറയുന്നത്. സോ ഇന്ത്യ മേ ബി കൺസിഡേർഡ് ആസ് ഗവൺമെന്റ്സ് പാരഡൈസ്. അതായത് ഇന്ത്യയെ നമ്മളൊരു ഗവൺമെന്റ്സ് പർദീസയായിട്ടാണ് എന്ത് ചെയ്യുന്നത് കണക്കാക്കുന്നത്. അതായത് ഫുഡ് ഹാബിറ്റ്സ് ഓഫ് വേരിയസ് പീപ്പിൾ ഡിഫർ ഫ്രം റീജിയൻ ടു റീജിയൻ. അല്ലെ, ഇന്ത്യയിൽ തന്നെ ഫുഡ് ഹാബിറ്റ് പല ആളുകളുടെയും ഫുഡ് ഹാബിറ്റ് എന്ന് പറയുന്നത് റീജിയൻ ടു റീജിയൻ ഡിഫറെന്റ് ആണ് എന്നുള്ളതാണ്. അല്ലെ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോലെ ആയിരിക്കില്ല ഇന്ത്യയിലെ മറ്റ് പല സ്ഥലങ്ങളിലുള്ള ആളുകൾ അല്ലെങ്കിൽ റീജിയനിലുള്ള ആളുകൾ കഴിക്കുന്നുണ്ടായിരിക്കാം. സോ ദർ ആർ ഹൺഡ്രഡ്സ് ഓഫ് ട്രഡീഷണൽ ഫുഡ്സ് ഇൻ ഇന്ത്യൻ സ്റ്റൈൽസ് ഓഫ് കുക്കിംഗ് ആൻഡ് കോമൺലി യൂസ്ഡ് ഇൻഗ്രീഡിയൻസ് ഡിഫർ നോട്ട് ഓൺലി ഫ്രം റീജിയൻ ടു റീജിയൻ ബട്ട് ഓൾസോ ഫ്രം വൺ household to another. അല്ലെ, അതായത് there are hundreds of traditional foods എന്നാണ് പറയുന്നത്. അതായത് ട്രഡീഷണൽ ഫുഡ്സ് ഇൻ ഇന്ത്യൻ സ്റ്റൈൽസ് ഓഫ് കുക്കിംഗ്. ഇന്ത്യൻ സ്റ്റൈൽസ് ഓഫ് കുക്കിങ്ങിൽ ഒരുപാട് ഹൺഡ്രഡ്സ് ഓഫ് ട്രഡീഷണൽ ഫുഡ്സ് ഉണ്ട് എന്നുള്ളതാണ്. ആൻഡ് കോമൺലി യൂസ്ഡ് ഇൻഗ്രീഡിയൻസ് ഡിഫർ നോട്ട് ഓൺലി ഫ്രം റീജിയൻ ടു റീജിയൻ. റീജിയൻ ടു റീജിയൻ മാത്രമല്ല എന്തെന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റുകൾ അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റൈൽസ് ട്രഡീഷണൽ ഫുഡ്സ് ഉള്ളത്. ഒരു ഹൗസ് ഹോൾഡിൽ നിന്നും മറ്റൊരു ഹൗസ് ഹോൾഡിൽ വരെ എന്താണ് ഡിഫറെൻ്റ് ആണ്. അവരുടെ ഇൻഗ്രീഡിയൻസ്, യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ വയ്ക്കുന്ന സ്റ്റൈല് ഒക്കെ അല്ലെ, നമുക്കറിയാം നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുന്ന പോലെ ആയിരിക്കില്ല മറ്റൊരു വീട്ടിൽ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അപ്പൊ അതാണ് മെയിൻ ആയിട്ട് എടുത്ത് പറയുന്നത്. ദെൻ ഫുഡ് ഇൻ ഇന്ത്യ ഹാസ് ബീൻ സബ്ജക്ട് ടു മെനി ഔട്ട്സൈഡ് ഇൻഫ്ലുവൻസസ് ടു. ഈ ഒരു ഇന്ത്യൻ ഫുഡിൽ തന്നെ ഒരുപാട് ഔട്ട്സൈഡ് ഇൻഫ്ലുവൻസസും കൂടെ ഉണ്ടായിട്ടുണ്ട്. Then Indian cuisine is considered to be one of the great and distinctive cuisine of the world. അതായത് ഇന്ത്യൻ ക്യൂസിന് കൺസിഡർ ചെയ്തിരിക്കുന്നത് ഒരു വൺ ഓഫ് ദ ഗ്രേറ്റ് ആൻഡ് ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ഒരു ക്യൂസിനാണ്. അതായത് ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള പാചക രീതി ആയിട്ടാണ് ഇന്ത്യയിലെ ക്യൂസിൻസിനെ നമ്മൾ കണക്കാക്കുന്നത്. സോ അക്കോർഡിംഗ് ടു ദ സ്റ്റഡീസ് 25 to 30% ഓഫ് ഇന്ത്യൻസ് ആർ വെജിറ്റേറിയൻസ് വിത്ത് ഹയസ്റ്റ് പ്രൊപ്പോർഷൻ ഇൻ ഗുജറാത്ത് ആൻഡ് രാജസ്ഥാൻ. അതായത് ഈ ഒരു സ്റ്റഡീസ് പ്രകാരം 25 to 30% ഇന്ത്യൻസും വെജിറ്റേറിയൻസ് ആണ്. വിത്ത് ഹയസ്റ്റ് പ്രൊപ്പോർഷൻസ് വരുന്നത് ഗുജറാത്തിലും അതുപോലെ തന്നെ രാജസ്ഥാനിലും ആണ്. അതാണ് മെയിൻ ആയിട്ട് ഇവിടെ എടുത്തു പറയുന്നത്. അതായത് പ്രോബബ്ലി ദ മോസ്റ്റ് ബേസിക് ഓഫ് ഇന്ത്യൻ ഡിഷ് എന്ന് പറയുന്നത് ദാലാണ് അല്ലേ. അതായത് പരിപ്പ് കറിയാണ് പരിപ്പാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് എല്ലാ രീതിയിലുള്ള ഇന്ത്യൻ ഫുഡ്സിലും പരിപ്പ് ഉണ്ടായിരിക്കും. ദെൻ ഇറ്റ് ഈസ് ഓൾവേസ് ദർ ആസ് എൻ അക്കമ്പനിമെന്റ് ടു എ കറി ഓർ എ വെരി ബേസിക് മീൽ ഇൻ ഇറ്റ് സെൽഫ് വിത്ത് ചപ്പാത്തീസ് ഓർ റൈസ്. ഇനി ചപ്പാത്തിയും റൈസ് ഒക്കെ ആണെങ്കിൽ അതിന്റെ കൂടെ ഒരു കറി ഉണ്ടായിരിക്കും. ദെൻ അതർ ബേസിക് ഡിഷസിൽ വരുന്നത് മട്ടർ പനീർ വരുന്നുണ്ട്. Then peas and cheese in gravy, then sag, gosht and aloo dum, then palak paneer and aloo chole. ഇതൊക്കെയാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഡിഷസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. നമ്മൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ ഒരു ഡിഷസ് ആയിട്ട് പറയുന്നതാണ്. സോ അപ്പൊ ഇതാണ് ബേസിക്കലി എ പ്രൊഡക്റ്റ് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നത്. Then in South India sometimes thali will be a big, അതായത് താളി ഇതിൽ പറയുന്നുണ്ട് അടിസ്ഥാന ഭക്ഷണമായിട്ട് നമ്മൾ പറയുന്ന ഒന്നാണ് താളി എന്ന് പറയുന്നത്. അതായത് in South India sometimes thali will be a big fresh banana leaf. Thali consists of variety of vegetable dishes, relishes and papadas, curd, puris or chapatis, pickles and rice. Some of the India's best loved dishes are എന്ന് പറയുന്നുണ്ട്. അതായത് ഇന്ത്യയിലെ മെയിൻ ആയിട്ട് ഒരു ഫുഡ് എന്ന് പറയുന്നത് താളിയാണ്. അതായത് നമ്മൾ സദ്യയൊക്കെ പോലെ അതിൽ ഫ്രഷ് ബനാന ലീഫ് ഉണ്ടായിരിക്കും. അതിലാണ് നമ്മൾ വെറൈറ്റി ഓഫ് വെജിറ്റബിൾ ഡിഷസ് സെർവ് ചെയ്യുന്നത്. പപ്പടം, കേർഡ്, തൈര്, പൂരീസ് അല്ലെങ്കിൽ ചപ്പാത്തീസ്, പിക്കിള്, റൈസ് ഒക്കെയാണ് അതിൽ കൊടുക്കുക. അപ്പോൾ പിന്നെ പറയുന്ന കുറച്ച് സം ഓഫ് ദി ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് ലവ്ഡ് ഡിഷസ് എന്ന് പറയുന്നത് സ്വീറ്റ്സ് ഉണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്വീറ്റ്സ് ഉണ്ട്, ഡ്രിങ്ക്സ് വരുന്നുണ്ട്, പാന് വരുന്നുണ്ട്, ഡെസേർട്ടുകൾ വരുന്നുണ്ട്, ഡയറി പ്രൊഡക്ട്സുകൾ, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, സ്പൈസസ്, ദെൻ പിക്കിൾസ്, ചട്നീസ് ആൻഡ് റിലീഷ്യസ്, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പോൾ അത് ഒരുപാട് വരുന്നത്. ഇപ്പൊ ഡ്രിങ്ക്സിൽ തന്നെയാണെങ്കിൽ ബട്ടർ മിൽക്ക്, അതുപോലെ തന്നെ ടെൻഡർ കോക്കനട്ട് മിൽക്ക്, ഫ്രൂട്ട് ബേസ്ഡ് ഡ്രിങ്ക്സ്, അങ്ങനെ കുറെ ഡ്രിങ്ക്സ് വരുന്നുണ്ട്. ഫലൂദ, ലേസി, ടീ, കോഫി, ബദാം മിൽക്ക്, അതൊക്കെ ആൽക്കഹോളിക്, ഇതൊക്കെ അതിൽ വരുന്നതാണ്, ഡ്രിങ്ക്സിൽ വരുന്നതാണ്. അതുപോലെ തന്നെ സ്വീറ്റ്സിൽ വരുന്നത് മിൽക്കായിട്ട് അല്ലെ, ഇന്ത്യൻ സ്വീറ്റ്സിൽ വരുന്നത് മെയ്ഡ് ഓഫ് മിൽക്സ്, റെഡ്യൂസ്ഡ് മിൽക്ക് ഓർ കോട്ടേജ് ചീസ്,
ചീസ് ആൻഡ് ഷുഗർ സിറപ്പ് ഒക്കെ അതിൽ വരും. ദെൻ പാൻസ് ആണ്, അതായത് ഇന്ത്യൻ മീൽ ഷുഡ് ബി ഫിനിഷ്ഡ് വിത്ത് പാൻ ആണ്, അതായത് ഒരു കളക്ഷൻ ഓഫ് സ്പൈസസ് ആണത്, അതാണ് പാൻ എന്ന് പറയുന്നത്. ദെൻ പിന്നെ ഡെസേർട്ടുകൾ വരുന്നുണ്ട്, ഡെസേർട്ട് കുൽഫി, അതുപോലെ തന്നെ രസഗുള, അതൊക്കെയാണ് ഡെസേർട്ട്. ലഡു, ബർഫി, അതൊക്കെ ഇട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, അതൊക്കെ പായസം, ഇതൊക്കെയാണ് ഡെസേർട്ടിൽ വരുന്നത്. ദെൻ ഡയറി പ്രൊഡക്ട്സിലുണ്ട്, അതിൽ പനീർ വരുന്നുണ്ട്, ലസ്സി വരുന്നുണ്ട്, ദെൻ ഗീ, ദെൻ സ്വീറ്റ്സ് ഔട്ട് ഓഫ് മിൽക്ക്, അതൊക്കെയാണ് ഡെസേർട്ടിൽ. അതുപോലെ തന്നെ ഡയറി പ്രൊഡക്ട്സിൽ വരുന്നത്. ദെൻ ഡിഫറെന്റ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് വരുന്നുണ്ട്. ദെൻ സ്പൈസസ് വരുന്നുണ്ട്, വാനില, അതുപോലെ തന്നെ പെപ്പർ, ടെർമറിക്, അതുപോലെ തന്നെ കൊറിയാൻഡർ സീഡ്സ്, അങ്ങനെ ഒരുപാട് ഡിഫറെന്റ് സ്പൈസസ് ഉണ്ട്. ദെൻ പിക്കിൾസ്, ചട്നീസ് ആൻഡ് റിലീഷ്യസ്, അതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഇന്ത്യയിലെ ഫുഡ്സ് എന്ന് പറയുന്നത്, ക്യൂസിൻസിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഇന്ത്യൻ കോസ്റ്റ്യൂംസ്. അപ്പൊ നമ്മൾ ഇന്ത്യയുടെ ഒരു ഫുഡ് ഹാബിറ്റിനെ കുറിച്ചിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ അവരുടെ ഒരു പാചക രീതി എങ്ങനെയാണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് ഇന്ത്യൻ കോസ്റ്റ്യൂംസ് ആണ്. അപ്പൊ ഇന്ത്യൻ കോസ്റ്റ്യൂംസ് എന്ന് പറയുന്നത് ഡ്രസ് ഈസ് എ ഡിസ്റ്റിങ്വിഷിംഗ് ഫാക്ടർ ഓഫ് എ പേഴ്സൺ സ്റ്റാറ്റസ് ആൻഡ് ഡിസ്റ്റിങ്ഷൻ അല്ലെ, അതായത് ഡ്രസ്സാണ് ഓരോരുത്തരെയും ഡിഫറെന്റ് ആക്കി മാറ്റുന്നത്. ദെൻ ഇറ്റ് ഈസ് നോട്ട് ഓൺലി കൺസിഡർഡ് ആസ് എ സിമ്പിൾ ഓഫ് കൾച്ചർ. ഇത് ഈ ഒരു ഡ്രസ്സിങ് എന്ന് പറയുന്നത് സിമ്പിൾ ഓഫ് കൾച്ചർ ആയിട്ട് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, ബട്ട് ഓൾസോ ഡിപിക്ട് ദ പൊസിഷൻ ഓഫ് എ പേഴ്സൺ ഇൻ ദ സൊസൈറ്റി. ആ സൊസൈറ്റിയിൽ അയാളുടെ ഒരു പൊസിഷനും കൂടെ അതിലൂടെ എടുത്ത് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഇന്ത്യ ഈസ് എ ലാൻഡ് ഓഫ് കളേഴ്സ് ആൻഡ് ഡൈവേഴ്സ് കൾച്ചേഴ്സ്. അപ്പൊ ഇന്ത്യ എന്ന് പറയുന്നത് ഒരുപാട് കളേഴ്സും അതുപോലെ തന്നെ ഒരു ഡൈവേഴ്സ് കൾച്ചറുള്ള ഒരു സ്ഥലമാണ്. സോ ഇന്ത്യൻ ഡ്രസ്സിംഗ് സ്റ്റൈൽസ് ആർ മാർക്ക്ഡ് ബൈ മെനി വേരിയേഷൻസ്. അപ്പോൾ ഇന്ത്യയിലെ തന്നെ ഡ്രസ്സിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് വളരെ വേരിയേഷൻസ് ഉണ്ടായിരിക്കും, ബോത്ത് റിലീജിയസ് ആൻഡ് റീജിയണൽ, വിത്ത് എ വൈഡ് ചോയ്സ് ഓഫ് ടെക്സ്ചേഴ്സ് ആൻഡ് സ്റ്റൈൽസ്. ഒരുപാട് എന്താണ് സ്റ്റൈൽസ് ഉണ്ട്, ടെക്സ്ചേഴ്സ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ദേ മേ ബി ഹ്യൂഡ് സാരീസ് ഡ്രാപ്ഡ് ഗ്രേസ്ഫുള്ളി ഇൻ ഡിഫറെന്റ് സ്റ്റൈൽസ്, brightly mirrored cholis and colorful lehengas and the traditional salwar kameez has also fascinated the travelers to India. പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ കണ്ടിരുന്നത് എന്താണ്, സാരിയാണ് മെയിൻ ആയിട്ട് കണ്ടുവരുന്നത് അല്ലെ, സാരി. അപ്പോൾ സാരി അതായത് ഡിഫറെന്റ് സ്റ്റൈൽസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡ്രേപ്പ് ചെയ്യുന്നുണ്ട് സാരി. അതുപോലെ തന്നെ മിറേർഡ് ആയിട്ടുള്ള ചോളീസ്, അതുപോലെ തന്നെ നല്ല കളർഫുൾ ആയിട്ടുള്ള ലെഹങ്കാസ്, ട്രഡീഷണൽ സൽവാറുകൾ അല്ലെ, ചുരിദാറുകൾ, കമ്മീസ്, അങ്ങനെയുള്ള ഒരുപാട് ഡ്രസ്സസ് ആണ് ഇന്ത്യൻ കോസ്റ്റ്യൂംസിൽ നമ്മൾ എടുത്ത് പറയുന്നത്. The saree is a simple and elegant dress ആണ്, which is one of the most commonly worn traditional dress. നമുക്കറിയാം എന്താണ് സാരി എന്ന് പറയുന്നതാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു എലഗന്റ് ഡ്രസ് ആയിട്ട് നമ്മൾ പറയുന്നത്, അതായത് മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ട്രഡീഷണൽ ഡ്രസ്സ് കൂടെയാണിത്. സോ ഇറ്റ് ഈസ് എസെൻഷ്യലി എ റെക്ടാങ്കുലർ ക്ലോത്ത് മെഷറിംഗ് അബൌട്ട് 6 yards. ദെൻ ഇൻ മഹാരാഷ്ട്ര വുമൺ വിയർ 9 yard സാരി. മഹാരാഷ്ട്രയിലാണെങ്കിൽ 9 yard സാരിയാണ് എന്ത് ചെയ്യുന്നത്, വുമൻസ് വെയർ ചെയ്യുന്നത് അല്ലെ. 6 മീറ്റർ സാരിയാണ് ഉണ്ടായിരിക്കുക, അവിടെ 9 മീറ്റർ ആണ്. വിച്ച് ഈസ് പാസ്ഡ് ത്രൂ ലെഗ്സ് ആൻഡ് ടക്ക്ഡ് അറ്റ് ദ ബാക്ക്. അവർ വേറൊരു രീതിയിലാണ് സാരി എടുക്കുക അല്ലെ. ദെൻ ദ സാരി കംസ് ഇൻ ദ പ്രൊഫ്യൂഷൻ ഓഫ് കളേഴ്സ്, ടെക്സ്ചേഴ്സ് ആൻഡ് ഡിസൈൻസ്. സാരിയിൽ തന്നെ ഒരുപാട് വെറൈറ്റി ഓഫ് ഡിസൈൻസും കാര്യങ്ങളും എല്ലാതും ഉണ്ട്. ദെൻ കേരളത്തിലാണെങ്കിൽ വുമൻസ് വെയർ കസവുമുണ്ട് ആൻഡ് കേരള സാരിയാണ് എന്ത് ചെയ്യുന്നത്, വെയർ ചെയ്യുന്നത്. സോ ഇനി യങ് ഗേൾസ് ഒക്കെ ആണെങ്കിൽ അവരെടുക്കുന്നത് എന്താണ്, ഹാഫ് സാരീസ് ആണ്, അതായത് ദാവണി എന്ന് പറയും. ദെൻ ചോളി, ലെഹങ്ക, അതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. കേരളയിലും തമിഴ്നാട്ടിലൊക്കെ മെയിൻ ആയിട്ട് ഇറ്റ് ഈസ് എ ട്രഡീഷണൽ കോസ്റ്റ്യൂം ഓഫ് യങ് ഗേൾസ്, കേരള ആൻഡ് തമിഴ്നാടും. സോ ദ പോപ്പുലർ കംഫർട്ടബിൾ കൺവീനിയന്റ് ഡ്രസ് ഇൻ ദ സൽവാർ കമീസ് ഓർ ചുരിദാർ കുർത്ത അല്ലെ. പോപ്പുലർ ആയിട്ടും കംഫർട്ടബിൾ ആയിട്ടും അല്ലെങ്കിൽ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത് ചുരിദാർ കുർത്ത അല്ലെങ്കിൽ സൽവാർ കമീസ് ഒക്കെയാണ്. സോ ദിസ് വാസ് ട്രഡീഷണലി ദ ഡ്രസ് വോൺ ഇൻ പഞ്ചാബ്. പഞ്ചാബിലാണ് ഈ ഒരു സൽവാർ കുർത്തയൊക്കെ മെയിൻ ആയിട്ടുള്ളത്. ദെൻ ഓൾമോസ്റ്റ് എവരിവെയർ അല്ലെ, ഇപ്പൊ എല്ലാ സ്ഥലത്തും നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതാണ് മെയിൻ ആയിട്ട് ഡ്രസ്സിങ്ങില് ഇന്ത്യൻ കോസ്റ്റ്യൂംസിൽ പറയാനുള്ളത്. നെക്സ്റ്റ് വരുന്നതാണ് ഹാൻഡിക്രാഫ്റ്റ്സ്, അതായത് കരകൗശല വസ്തുക്കൾ. ഇപ്പൊ ഇന്ത്യയിലുള്ള ഹാൻഡിക്രാഫ്റ്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. പല സ്ഥലങ്ങളിലുള്ള ഹാൻഡിക്രാഫ്റ്റ്സ് എന്താണ്,
ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഹാൻഡിക്രാഫ്റ്റ്സ് ഹാവ് എ ലോങ് ആൻഡ് ഗ്ലോറിയസ് ട്രഡീഷൻ ബിഹൈൻഡ് ദം. അതായത് ഈ ഒരു കരകൗശല വസ്തുക്കൾക്ക് പിന്നിൽ മഹത്തായിട്ടുള്ള ഒരു പാരമ്പര്യം ഉണ്ട് എന്നാണ് പറയുന്നത്. ദെൻ ദേ റെപ്രസെന്റ് ദ കൾച്ചർ ഓഫ് ദ പീപ്പിൾ ആൻഡ് ഫ്രം ദ ഗ്രേറ്റ് ഹെറിറ്റേജ് ഓഫ് ആർട്ട് അല്ലെ. അതായത് ഇത് ജനങ്ങളുടെ സംസ്കാരത്തെ, ആളുകളുടെ കൾച്ചറിനെയാണ് എന്ത് ചെയ്യുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗ്രേറ്റ് ഹെറിറ്റേജ് ഓഫ് ആർട്ടിനെയാണ് എന്ത് ചെയ്യുന്നത് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ദെൻ ഹാൻഡിക്രാഫ്റ്റ്സ് ആർ സ്പോണ്ടേനിയസ് മാനിഫെസ്റ്റേഷൻസ് ഓഫ് ദ ക്രിയേറ്റീവ് ഇമ്പൾസ് ഓഫ് ദ പീപ്പിൾ. ആളുകളുടെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഹാൻഡിക്രാഫ്റ്റ്സിൽ വരുന്നത്. ദ സ്പെഷ്യാലിറ്റി ഓഫ് ദ ഹാൻഡിക്രാഫ്റ്റ് ഈസ് ദാറ്റ് ഇറ്റ് റിഫ്ലക്ട് ദ ക്രാഫ്റ്റ്മാൻഷിപ്പ് ഓഫ് ഈച്ച് ആൻഡ് എവരി പാർട്ട് ഓഫ് ദ കൺട്രി. ഇതിന്റെ ഒരു പ്രത്യേകത, ഈ ഒരു ഹാൻഡിക്രാഫ്റ്റിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഈസ് ദാറ്റ് റിഫ്ലക്ട് ദ ക്രാഫ്റ്റ്മാൻഷിപ്പ് ഓഫ് ഈച്ച് ആൻഡ് എവരി പാർട്ട് ഓഫ് ദ കൺട്രി. ഈ ഓരോ ഹാൻഡിക്രാഫ്റ്റ്സ് റിഫ്ലക്ട് ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തെ ഓരോ പാർട്ടിനെയും ആണ്. ദെൻ ഹാൻഡിക്രാഫ്റ്റ്സ് ഓൾവേസ് റിവീൽ ദ മെമ്മറി ഓഫ് എ പർട്ടിക്കുലർ പ്ലേസ് വെൻ ഇറ്റ് വാസ് പർച്ചേസ്ഡ്. അല്ലെ, നമ്മൾ എന്തെങ്കിലും നമ്മളിപ്പോൾ ടൂറൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ആ ഒരു പ്ലേസിൽ കണ്ട, ആ ഒരു സ്ഥലത്ത് കണ്ടിട്ടുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കും. ഹാൻഡിക്രാഫ്റ്റ്സ് അവർക്ക് വാങ്ങിക്കുന്നുണ്ടായിരിക്കുക. അത് വാങ്ങിക്കുമ്പോൾ നമുക്ക് അത് അവിടുത്തെ ഒരു മെമ്മറിയാണ് തരുന്നത് അല്ലെ, ആ മെമ്മറിയാണ് അവിടെ കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹാൻഡിക്രാഫ്റ്റ്സ് ഓൾവേസ് റിവീൽ ദ മെമ്മറി ഓഫ് എ പർട്ടിക്കുലർ പ്ലേസ് വേർ ഇറ്റ് വാസ് പർച്ചേസ്ഡ്. അത് പർച്ചേസ് ചെയ്ത ആ ഒരു സ്ഥലത്തിന്റെ ഒരു ഓർമ്മയാണ് ആ ഒരു ഹാൻഡിക്രാഫ്റ്റ്സിൽ നമ്മൾ റിവീൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. ദെൻ നോക്കാം വേരിയസ് ഹാൻഡിക്രാഫ്റ്റ്സ് ഏതൊക്കെയാന്നുള്ളത് നമുക്ക് നോക്കാം. ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ്സ് ഇൻവോൾവ് 3 പ്രിൻസിപ്പൽ സോഴ്സസ്. ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ്സിന് 3 പ്രിൻസിപ്പൽ സോഴ്സസ് ആണുള്ളത്. ഒന്ന് റോയൽ കോഡ്സ് ആണ്, ദെൻ റിലീജിയസ് പ്ലേസസ് ഉണ്ട്, ദെൻ ഫോക്ക് ആർട്ട്. ഇങ്ങനെ 3 പ്രിൻസിപ്പൽ സോഴ്സസ് ആണ് ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ്സിന് ഉള്ളത്. ദെൻ മെയിൻ ആയിട്ട് വരുന്ന വേരിയസ് ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ്സ് ഏതൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെക്സ്റ്റൈൽസ് വരുന്നുണ്ട്. ടെക്സ്റ്റൈൽസ് ആണ് വരുന്നത്. ടെക്സ്റ്റൈൽസിൽ വരുന്ന മെയിൻ ആയിട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എംബ്രോയിഡറി ഉള്ള സാരീസ്, അതുപോലെ തന്നെ കാഞ്ചീപുരം സിൽക്ക് അല്ലെ, ഇതൊക്കെ നമുക്ക് കേട്ടറിവുള്ളതാണ്. അതൊക്കെ അവിടുത്തെ ഒരു പ്രത്യേകതയാണ്. കസവുമുണ്ട് അല്ലെ, കേരളയാണെങ്കിൽ കസവുമുണ്ട് വരുന്നുണ്ട്, കാശ്മീർ ആണെങ്കിൽ അവിടുത്തെ ഷോൾസ്, അതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഓരോ സ്ഥലത്തെ പ്രത്യേകത അനുസരിച്ചിട്ട് അവിടെ എന്തുണ്ടായിരിക്കും, ടെക്സ്റ്റൈൽസ്, ഹാൻഡിക്രാഫ്റ്റ്സ് ഉള്ള ടെക്സ്റ്റൈൽസ് ഉണ്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് വരുന്നത് കാർപ്പറ്റ്സ് ആണ്. കാർപ്പറ്റ്സ് ഓഫ് ഇന്ത്യയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ കാർപ്പറ്റ്സ് ഫേമസ് ആണ്. പഞ്ചാബ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ കാശ്മീർ ആയിക്കോട്ടെ, ഹരിയാന, രാജസ്ഥാൻ, കർണാടക, തമിഴ്നാടു, ആന്ധ്രാപ്രദേശ്, ഇവിടെയൊക്കെ എന്താണ് കൂടുതലായിട്ട് കാർപ്പറ്റ്സുകൾക്കാണ് എന്ത് ചെയ്യുന്നത് കൂടുതലായിട്ട് ഹാൻഡിക്രാഫ്റ്റ്സ് ഉള്ളത്. ദെൻ നെക്സ്റ്റ് സാരീസ് ആൻഡ് ഫാബ്രിക്സ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നത് കാർപ്പറ്റ്സ് ആൻഡ് ദുവീസ് ആണ്. ജ്വല്ലറീസ് വരുന്നുണ്ട്, ടെറാക്കോട്ട, ഐവറി കാർവിങ്സ്, ദെൻ ഷെൽസ്, പേൾസ്, ടോയ്സ്, ലെതർ ക്രാഫ്റ്റ്, ഇതൊക്കെ ഹാൻഡിക്രാഫ്റ്റ്സിന് എക്സാമ്പിൾസ് ആയിട്ടാണ് വരുന്നത്. ദെൻ അതുപോലെ തന്നെ ബാസ്കറ്റ്സ് ആൻഡ് മാറ്റ്സ് ഉണ്ട്, ദെൻ മെറ്റൽ വെയർ, ബ്രെഡ് ബിസിനസ്, ദെൻ വുഡ് ക്രാഫ്റ്റ്, സ്റ്റോൺ കാർവിങ്സ്, ക്യാൻ ആൻഡ് ബാംബു വർക്ക്സ്, പെയിന്റിങ്സ്, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന ഹാൻഡിക്രാഫ്റ്റ്സിൽ പറയുന്നത്. അപ്പോൾ ഹാൻഡിക്രാഫ്റ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കൾച്ചറിനെ കാണിക്കുന്നതാണ്, അല്ലെങ്കിൽ ആ ആളുകളുടെ ആ ഒരു കൾച്ചറിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഹാൻഡിക്രാഫ്റ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പല സ്ഥലങ്ങളിലും പല തരത്തിലുള്ള ഹാൻഡിക്രാഫ്റ്റ്സ് ആണ് ഉള്ളത്. അപ്പൊ അത് ആണ് മെയിൻ ആയിട്ട് എടുത്തു പറഞ്ഞത്. ഇത് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്. നമുക്ക് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഏതൊക്കെ രീതിയിലുള്ള ഹാൻഡിക്രാഫ്റ്റ്സ് ആണ് ഉള്ളത്, അത് എവിടേക്കാണ് ഉള്ളത് എന്നാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ആയുർവേദ. ആയുർവേദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസ് എ കോംപ്രഹെൻസീവ് മെഡിക്കൽ സിസ്റ്റം ദാറ്റ് ഈസ് 5000 years old. അതായത് ആയുർവേദം എന്ന് പറയുന്നത് 500 വർഷം പഴക്കമുള്ള സമഗ്രമായിട്ടുള്ള ഒരു വൈദ്യശാസ്ത്രപരമായിട്ടുള്ള സംവിധാനമാണ് എന്നുള്ളതാണ്. Then the oldest system of medicine in existence from which all other systems emerged. അതായത് നിലവിലുള്ള എല്ലാ സിസ്റ്റം അല്ലെ, അത് വരുന്നതിനേക്കാളും മുന്നേ ഉള്ള ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ് ആയുർവേദ എന്ന് പറയുന്നത്. സോ ആയുർവേദ മീൻസ് ദ സയൻസ് ഓഫ് ലൈഫ്. അപ്പൊ ആയുർവേദം എന്നതെന്ന് പറയുന്നത് എന്താണ്, സയൻസ് ഓഫ് ലൈഫ് എന്നാണ് അറിയപ്പെടുന്നത്. ആൻഡ് ഈസ് എ കംപ്ലീറ്റ് സിസ്റ്റം ഓഫ് ഹോളിസ്റ്റിക് ഹെൽത്ത് ആൻഡ് അഡ്രസ്സിംഗ് ഓൾ ലെയേഴ്സ് ഓഫ് ബോഡി ആൻഡ് മൈൻഡ് ആൻഡ് സോൾ. അതായത് ശരീരത്തിനെയും മനസ്സിനെയും ആത്മാവിനെയും അങ്ങനെ എല്ലാതിനെയും എന്ത് ചെയ്യുന്നുണ്ട്, അതിനുള്ളൊരു കംപ്ലീറ്റ് സിസ്റ്റം ഓഫ് ഹോളിസ്റ്റിക് ഹെൽത്ത് ആണ്
അല്ലെങ്കിൽ കംപ്ലീറ്റ് സിസ്റ്റം ഓഫ് അതിനൊക്കെ ഉള്ള ഒരു കംപ്ലീറ്റ് സിസ്റ്റം ആണ് എന്തെന്ന് പറയുന്നത് ആയുർവേദ എന്ന് പറയുന്നത്. സോ ഓൾ ആയുർവേദ ഈസ് ഡിവൈഡഡ് ഇൻ ടു 8 ബ്രാഞ്ചസ്. ഈ ആയുർവേദയെ അതായത് മൊത്തം ഉള്ള ഈ ആയുർവേദത്തെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് 8 ബ്രാഞ്ചസ് ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. സോ ആയുർവേദ ഈസ് എ സയൻസ് ഡീലിംഗ് നോട്ട് ഓൺലി വിത്ത് ട്രീറ്റ്മെന്റ്സ് ഓഫ് ഡിസീസ് ബട്ട് ഈസ് എ കംപ്ലീറ്റ് വേ ഓഫ് ലൈഫ്. ഇത് ചികിത്സ മാത്രമല്ല കൊടുക്കുന്നത്, ഒരു കംപ്ലീറ്റ് വേ ഓഫ് ലൈഫും കൂടെയാണ് ആയുർവേദ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് യോഗ. വാട്ട് ഈസ് യോഗ? യോഗ ഈസ് ഒറിജിനേറ്റഡ് ഇൻ ഇന്ത്യ. അല്ലെ, ഇന്ത്യയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് യോഗ ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് ഫ്രം സംസ്കൃത് വേർഡ് യൂസ്, അതായത് മീനിങ് യൂണിയൻ ബിറ്റ്വീൻ മൈൻഡ് ബോഡി ആൻഡ് സ്പിരിറ്റ്. അതായത് ഒരു സംസ്കൃത വാക്ക് യൂജ് എന്നുള്ള സംസ്കൃത വാക്കിൽ നിന്നാണ് യോഗ എന്നുള്ള വാക്ക് ഉണ്ടായിട്ടുള്ളത്. അതിന്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് യൂണിയൻ എന്നാണ്. യൂണിയൻ ബിറ്റ്വീൻ മൈൻഡ് ബോഡി ആൻഡ് സ്പിരിറ്റ്. നമ്മുടെ മനസ്സ് ശരീരവും ആത്മാവും തമ്മിലുള്ള ഒരു ഐക്യത്തെയാണ് യോഗ എന്ന് പറയുന്നത്. സോ ഇൻക്ലൂഡ് എത്തിക്കൽ ഡിസിപ്ലിൻ, ഫിസിക്കൽ പോസ്റ്റേഴ്സ്, ബ്രീത്തിങ് കൺട്രോൾ ആൻഡ് മെഡിറ്റേഷൻ. ഇതിൽ എത്തിക്കൽ ഡിസിപ്ലിൻ ഉണ്ട്, ഫിസിക്കൽ പോസ്റ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ബ്രീത്തിങ് കൺട്രോൾ, മെഡിറ്റേഷൻ ഒക്കെ ഉണ്ട്. യോഗ ഈസ് നോട്ട് ഓൺലി സ്ട്രെച്ചിങ്, ദർ ആർ 8 limbs ഓഫ് യോഗ. ദെൻ ഫിസിക്കൽ പോസ്റ്റേഴ്സ് ഈസ് കോൾഡ് ആസന. അല്ലെ, നമ്മള് ഫിസിക്കൽ പോസ്റ്റേഴ്സിന് പറയുന്നത് ആസന എന്നാണ്. സോ ഈസ് ജസ്റ്റ് വൺ ഓഫ് ദ 8 limbs ഓഫ് യോഗ. അത് യോഗയുടെ ഒരു 8 limbsൽ ഒന്ന് മാത്രമാണ് ഈ ആസന എന്ന് പറയുന്നത്. സോ മെജോറിറ്റി ഓഫ് ടൈപ്സ് മോർ കൺസേൺഡ് വിത്ത് മെന്റൽ ആൻഡ് സ്പിരിച്വൽ വെൽബീയിങ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്. മെജോറിറ്റി ഓഫ് ദ ടൈപ്സും കൺസേൺ ചെയ്തിട്ടിരിക്കുന്നത്. അതായത് ശാരീരിക ഭാവങ്ങളും അല്ലെങ്കിൽ മാനസികവും ആത്മീയവുമായിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന കാര്യങ്ങളാണ് മെയിനായിട്ട് യോഗയിൽ വരുന്നത്. അപ്പോൾ ഈ യോഗ ഇപ്പൊ നമ്മൾ പല സ്ഥലങ്ങളിലേക്കും പോകുന്നത് യോഗ പഠിക്കാനായിട്ട് അങ്ങനെ പല സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. പല സ്ഥലങ്ങളും അതിന് പേര് കേട്ട സ്ഥലങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ടൂറിസത്തിൽ വരുന്ന ഒരു ഭാഗം തന്നെയാണ്. അപ്പൊ അതാണ് യോഗ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ആയുർവേദയും യോഗയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് ഇവിടെ പറയുന്നത്. ആയുർവേദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫോക്കസ് ചെയ്യുന്നത് സൈക്കോസൊമാറ്റിക്നെയാണ് അല്ലെങ്കിൽ സൈക്കോസൊമാറ്റിക് ഇന്റഗ്രേഷനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. യോഗ ഫോക്കസ് ചെയ്യുന്നത് സ്പിരിച്വൽ ഇന്റഗ്രേഷൻ ആണ്. ദെൻ ആയുർവേദ എന്ന് പറയുന്നത് സയൻസ് ഓഫ് സെൽഫ് ഹെൽത്ത് ആണ്. യോഗ എന്ന് പറയുന്നത് സയൻസ് ഓഫ് സെൽഫ് റിയലൈസേഷൻ ആണ്. ദെൻ ആയുർവേദയിൽ കൺസേൺ ചെയ്തിരിക്കുന്നത് റീസ്റ്റോറിംഗ് വോൾനെസ് ആണ് വിത്ത് അവർ ഇന്നർ സെൽഫ് ആസ് ഇറ്റ്സ് അൾട്ടിമേറ്റ് ഗോൾ വിത്ത് എ സ്പിരിച്വൽ ഹീലിംഗ്. ദെൻ യോഗ കൺസേൺ ചെയ്തിരിക്കുന്നത് സ്പിരിച്വൽ പ്രാക്ടീസ് ആണ്. മെയിൻലി ത്രൂ മെഡിറ്റേഷൻ വഴിയൊക്കെയാണ് ഒരു സ്പിരിച്വൽ പ്രാക്ടീസ് ആണ് യോഗയിൽ കൺസേൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ട് വരുന്ന ആയുർവേദയും അതുപോലെ തന്നെ യോഗയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് മെഡിറ്റേഷൻ ആണ്. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഇസ് എ മെന്റൽ ഡിസിപ്ലിൻ ആണ് ബൈ വിച്ച് ദ പ്രാക്ടീഷണർ അറ്റംപ്റ്റ് ടു ഗെറ്റ് ബിയോണ്ട് ദ റിഫ്ലക്റ്റീവ് തിങ്കിങ് മൈൻഡ് ഇൻ ടു എ ഡീപ്പർ സ്റ്റേറ്റ് ഓഫ് റിലാക്സേഷൻ ഓർ അവയർനെസ്. അപ്പൊ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു മെന്റൽ ഡിസിപ്ലിൻ ആണ്. നമ്മൾ തിങ്കിങ് അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിനെ റിലാക്സ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു മെഡിറ്റേഷനിലൂടെ പറയുന്നത്. അപ്പൊ അതാണ് യോഗ ആൻഡ് മെഡിറ്റേഷനിൽ വരുന്നത്. അപ്പൊ ഇതാണ് യോഗയിലും മെഡിറ്റേഷനിലും വരുന്നത്. അപ്പൊ അതും ഈ ഒരു ടൂറിസത്തിന്റെ ഭാഗമായിട്ടാണ് പറയുന്നത്. ദെൻ ഇനി നെക്സ്റ്റ് പറയുന്നതാണ് കൺസർവേഷൻ. എന്താണ് കൺസർവേഷൻ എന്നുള്ളത് നോക്കാം. The conservation of heritage monuments is done by the Archaeological Survey of India under the Ministry of Culture. അതായത് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? കൾച്ചറാണ്. കൾച്ചറിനെ പറ്റി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ നമ്മൾ സംരക്ഷിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോണത്. അതായത് ഒരുപാട് കൾച്ചറൽ ആർക്കിടെക്ചറലായിട്ടും അതുപോലെ തന്നെ ഹാൻഡിക്രാഫ്റ്റ്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചതായിരുന്നു. അപ്പൊ അതെങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ഈ മോണുമെന്റ്സ് ഒക്കെ എങ്ങനെ നമ്മൾ കൺസർവ് ചെയ്യും എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. സോ കൺസർവേഷൻ ഓഫ് ഹെറിറ്റേജ് മോണുമെന്റ്സ് എന്ന് പറയുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അണ്ടർ ദ മിനിസ്ട്രി ഓഫ് കൾച്ചർ ആണ് എന്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരാണ് സംരക്ഷിക്കുന്നത്. So there are 2 main techniques which are used to restore monuments of their aesthetic and cultural and historical value. അതായത് 2 മെയിൻ ടെക്നിക്കുകളാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ദീസ് ടെക്നിക്സ് ഇൻക്ലൂഡ് സ്ട്രക്ചറൽ കൺസർവേഷൻ ആൻഡ് കെമിക്കൽ പ്രിസർവേഷൻ. ഇവിടെ 2 ടെക്നിക്കുകൾ ഏതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ട്രക്ചറൽ ആയിട്ടുള്ള കൺസർവേഷനും ഒന്ന് കെമിക്കൽ പ്രിസർവേഷനും ആണ് ഉള്ളത്. അതായത് സ്ട്രക്ചറൽ കൺസർവേഷൻ ആൻഡ് അപ്പൊ അത് രണ്ടുമാണ് മെയിൻ ആയിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാം പ്രൊട്ടക്ഷൻ ഓഫ് ഹെറിറ്റേജ് സൈറ്റ്സ് ഇൻ ഇന്ത്യ. The protection of heritage sites in India is overseen by Archaeological Survey of India.
which functions under the Ministry of Culture, the ancient monuments and archaeological sites, and remains the Act of 1958 updated at the ancient monuments and archaeological sites, and remains the Act 2010 provides for the protection of heritage sites, monuments, archaeological sites, sculptures and other objects which have historical value and importance. അതായത് ഈ മോണുമെന്റ്സിനും ആർക്കിയോളജിക്കൽ സൈറ്റ്സിനും അതുപോലെ തന്നെ ഹെറിറ്റേജിനും ഒക്കെ എന്ത് ഹിസ്റ്റോറിക്കൽ വാല്യൂ ഇമ്പോർട്ടൻസും കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് കൾച്ചർ ആണ്. ദെൻ എങ്ങനെയാണ് ഈ മോണുമെന്റ്സിനെ പ്രിസർവ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ദ അവയർനെസ് ക്യാമ്പയിൻ ടു എഡ്യൂക്കേറ്റ് കമ്മ്യൂണിറ്റി, അതായത് അവയർനെസ് ക്യാമ്പയിൻസ് കൊടുക്കുക, മോണുമെന്റ്സിനെ അഡോപ്റ്റ് ചെയ്യുക. ദെൻ സ്ട്രിക്റ്റ് ഗവൺമെന്റ് ആക്ഷൻസ്, പ്ലാൻസ് ടു സേവ് മോണുമെന്റ്സ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഗവൺമെന്റ് ആക്ഷൻസും പ്ലാൻസും എടുക്കുക. ദെൻ കളക്ടിങ് ജനറേഷൻ ഓഫ് ഫണ്ട്സ് ആൻഡ് ഡൊണേറ്റിംഗ് ഓഫ് ദെയർ റിനോവേഷന് വേണ്ടിയിട്ട് ഫണ്ടുകൾ കളക്ട് ചെയ്യുക. കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് ഓഫ് മോണുമെന്റ്സ് ആൻഡ് റീസ്റ്റോറേഷൻസ് ചെയ്യുക. ദെൻ ടാക്സസ്, ഡൊണേഷൻസ്, മോണുമെന്റ്സ് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ടാക്സസ്, ഡൊണേഷൻസ് ഒക്കെ വാങ്ങിക്കുക. അതുപോലെ തന്നെ മോണുമെന്റ്സ് ഫീസ്, അതർ റിലേറ്റഡ് ഫണ്ട്സ് ഒക്കെ ടൂറിസ്റ്റുകളിൽ നിന്ന് വാങ്ങിക്കുക. ദെൻ വോളണ്ടിയറിംഗ് ഫോർ ദെയർ കൺസർവേഷൻ, അവരുടെ കൺസർവേഷന് വേണ്ടിയിട്ട് വോളണ്ടിയറിംഗ് ചെയ്യുക. ദെൻ മീറ്റിംഗ്സ്, സർവേസ്, റിപ്പോർട്ട്സ് ആൻഡ് ഹെറിറ്റേജ് ക്ലബ്സ് ഷുഡ് ബി സെറ്റ് അപ്പ് ബൈ സ്കൂൾസ്. സ്കൂൾസിൽ അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഒക്കെ മീറ്റിംഗ്സോ സർവേസോ റിപ്പോർട്ടുകളൊക്കെ എന്ത് ചെയ്യുക, ഉണ്ടാക്കിയെടുക്കുക. മോണുമെന്റ്സിനെ കുറിച്ചിട്ട് അവെയർ ആവാനും അത് സേവ് ചെയ്യാനുമുള്ള കാര്യങ്ങൾ സ്റ്റുഡൻസിന്റെ അടുത്തും യൂത്തുകളെയും എന്ത് ചെയ്യുക, അവയർനെസ്, അവർക്ക് വേണ്ട അവയർനെസ് കൊടുക്കുക. ദെൻ പ്രോപ്പർ ലീഗൽ ഫ്രെയിം വർക്ക്, ഇത് മോണുമെന്റ്സ് പ്രിസർവ് ചെയ്യാനായിട്ടുള്ള പ്രോപ്പർ ലീഗൽ ഫ്രെയിം വർക്ക് ഉണ്ടാക്കിയെടുക്കുക. ദെൻ സ്ട്രിക്റ്റ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ലോസ് ആൻഡ് സേവ് മോണുമെന്റ്സ്, അതായത് സ്ട്രിക്റ്റ് ആയിട്ട് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. ദെൻ പൊല്യൂഷനിൽ നിന്ന് സേവ് ചെയ്യുക. കീപ്പിംഗ് ഫാക്ടറീസ് ആൻഡ് അതർ പൊല്യൂട്ടേഴ്സ് അവേ, ഫാക്ടറീസും അതുപോലെ തന്നെ മറ്റു പൊല്യൂട്ടേഴ്സിനെ ഒക്കെ എന്ത് ചെയ്യുക, അവിടെ നിന്ന് മാറ്റി നിർത്തുക. ദെൻ കൺട്രോൾ മോബ്സ് ആൻഡ് ആക്ട് വാൻഡലിസം ആൻഡ് ടെററിസ്റ്റ് അറ്റാക്കിംഗ് മോണുമെന്റ്സ്. Then corporate multinational corporation should take responsibility to conserve monuments. ഈ മോണുമെന്റ്സ് ഒക്കെ കൺസർവ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി കോർപ്പറേഷൻസിനും മൾട്ടിനാഷണൽ കോർപ്പറേഷൻസിനും കോർപ്പറേറ്റുകൾക്കൊക്കെ കൊടുക്കുക. അതൊക്കെയാണ് അതിൽ മെയിൻ ആയിട്ട് വരുന്ന പ്രിസർവേഷൻസിൽ വരുന്നത്. അതാണ് അതിൽ മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, കൺസർവ് ചെയ്യുക അല്ലെങ്കിൽ പ്രിസർവ് ചെയ്യുക എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് ഇന്ത്യയെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് കൺസർവ് ചെയ്യും, പ്രിസർവ് ചെയ്യും. ഇങ്ങനെയാണ്. അപ്പൊ ഇതോട് കൂടിയിട്ട് നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. കൾച്ചർ എന്നുള്ളൊരു ചാപ്റ്റർ ആയിരുന്നു. കുറച്ചധികം കാര്യങ്ങളുള്ള ചാപ്റ്റർ ആണ്. ഇനിയും അത് ഡീറ്റെയിൽഡ് ആയിട്ട് കൊണ്ടുപോകാം. പക്ഷെ നമ്മളൊന്ന് ഷോർട്ടായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന കൾച്ചർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ ഈ ചാപ്റ്റർ ഇതോട് കൂടിയിട്ട് കംപ്ലീറ്റ് ആയി.